ഹലോ ഗായ്സ്, ഇപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് ഗായ്സ്. ഞാനിവിടെ അഡ്മിറ്റാണ്. ഇതുവരെ പോലീസുകാരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഗായ്സ്. ഇവിടുന്ന് ഐലൻഡിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഗായ്സ്. ഐലൻഡിലെ പോലീസുകാരാണോ വന്നതെന്ന് പോലും അവർക്ക് സംശയമാണ്. അവർക്ക് ഉറപ്പില്ല ഐലൻഡിലുള്ള പോലീസുകാരാണോ എന്ന് പോലും ഉറപ്പില്ല. അവരെല്ലാവരും മഫ്തിയിലാണ് വന്നത്. എന്നെ ഇടിച്ചവന്മാരെല്ലാം മഫ്തിയിലായിരുന്നു. പോലീസിൻ്റെ വണ്ടിയായിരുന്നു, എല്ലാം മഫ്തിയിലായിരുന്നു. 3 പേരും മഫ്തിയിലായിരുന്നു. ഞാനിപ്പോൾ അവിടെ ക്ലീനിങ്, ബെഡിൻ്റെ അവിടെ ക്ലീനിങ് ആയതുകൊണ്ട് ഞാൻ പുറത്ത് വന്ന് നിൽക്കുക. എനിക്ക് വീൽ ചെയർ ഉരുട്ടിക്കൊണ്ട് അങ്ങോട്ട് എന്നോടനെ അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കയറാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അതൊക്കെ ഇന്നലെ വെള്ളം എടുക്കാൻ വന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഗൈസ്. ആശുപത്രിയുടെ ഫ്രണ്ട് വശം കാണാം. ഞാൻ എൻ്റെ ഒറ്റ നിൽക്കുകയാണ് ഗൈസ്. കാലിന് ഒരു വ്യത്യാസവും ഇല്ല. വലത്തെ കാല് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. നീര് വെച്ച് ഇന്നലെ അതിർത്ത് ഇരിക്കുകയാണ് ഗായ്സ്. ഉണ്ടല്ലോ ഗായ്സ്, ഓൾറെഡി അത് നേരത്തെ വളഞ്ഞിരുന്നതാണ് ഗായ്സ്. ഇതിപ്പോൾ ഞാൻ ഇത് ചെയ്യണമെന്നൊരു ബിരുത്തമില്ല ഒന്നും. പിന്നെ ഇവിടെ നിന്ന് വരുന്ന 3 ചപ്പാത്തി കറിയൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. അവർ ചായ കൊടുത്തുന്നു, ഉള്ളത് കഴിച്ചുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകണു. 2 ഇഞ്ചക്ഷനൊന്നും ഇല്ല, ഒന്നും കിട്ടാൻ തുടങ്ങിയിട്ടില്ല. നേരത്തെ ഉണ്ടായിരുന്നതൊക്കെ നിർത്തി. ഇപ്പോൾ ഗുളിക മാത്രമേ ഉള്ളൂ ഗായ്സ്. അപ്പോൾ എന്നെ കാണാൻ ആഗ്രഹങ്ങൾക്കെല്ലാം ഇങ്ങോട്ട് ധൈര്യമായിട്ട് വരാം. ഞാൻ ജീവാടിലുണ്ട് ഗായ്സ്. പിന്നെ പറയാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്ഥലം ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിട്ട് സ്ഥലം രണ്ടാമതൊന്നുകൂടെ ആ സ്പോട്ടിൽ നിന്നിട്ട് ഒന്നുകൂടെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അങ്ങോട്ട് പോയിട്ട് എൻ്റെ ഷൂവും സാധനങ്ങളൊക്കെ അവിടെ തന്നെ കിടക്കുവാണ്. അതൊന്നും മേടിച്ച് തന്നിട്ടില്ല. എൻ്റെ കൂടെ 3 പേരുണ്ടായിരുന്നു ലോറിക്കകത്ത്. ഒരാളുടെ പേര് നിയാസ്, മറ്റാളുടെ പേര് 2 പേരുടെ പേരെനിക്കറിയില്ല. നിയാസാണ് എൻ്റെ ആശാൻ. ആശാൻ ഇവർ വന്നപ്പോൾ സംസാരിക്കുന്ന കേട്ടപ്പോൾ ആശാൻ കണ്ടപ്പഴി ഓടി. പിന്നെ ആശാൻ അവസാനമാണ് ആശാൻ വന്നത്. വേറെ 2 പേരുണ്ടായിരുന്നു. അവരും കണ്ടപ്പഴി ഓടി. ഇടിച്ച സംഭവങ്ങളെ സമയത്തൊന്നും ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ഇടികൊള്ളുമായിരുന്നു. ആശാൻ ആദ്യം തന്നെ കണ്ടപ്പഴി ഓടി ബാഗ് എടുത്തിട്ട്. കോമഡി അതാണ്. അപ്പോൾ ബാക്കിയെല്ലാം ആശാന് നേടി വയ്ക്കാം. തിരിച്ചു വന്ന് പേടിച്ച് അപ്പുറത്തെ കണ്ട് പോയി നിന്നിട്ട് എൻ്റെ നിലവിളി കേട്ടാണ് ആശാൻ വന്നത്. അപ്പോൾ ഗായ്സ്, ഇതുവരെ പോലീസുകാർ വന്നിട്ടില്ല. നിങ്ങളെല്ലാവരും സഹകരിച്ച് തല്ലിയ പോലീസുകാർ തന്നെ എൻ്റെ കട്ടിലെ നിർത്താൻ മാക്സിമം ശ്രമിക്കുക. എവിടെ വേണേലും ഞാൻ കേസിന് എവിടെ വേണേലും വരാൻ തയ്യാറാണ്. നിങ്ങൾ എല്ലാവരും കൂടെ മെസ്സേജ് ഇടുക, പറയുക. മന്ത്രിനെ ആരെ വേണേലും കാണാൻ ഞാൻ റെഡിയാണ്. ഒരു വക്കീലിനെ ദയവേത് ഇങ്ങോട്ട് പറഞ്ഞു വിടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ശരി, ബായ്. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം ഗായ്സ്.